നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ളന്മാർ ഇങ്ങനെ പല സ്ഥാനങ്ങളിലുണ്ട്. മാധ്യമങ്ങളിലുണ്ട്, സർക്കാരിലുണ്ട്, പോലീസിലുണ്ട്, ഇവിടെ എല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നാട്ടിൽ വിജിലൻസും കോടതിയും അന്വേഷണവും എല്ലാം ഉള്ളത്. അല്ലാതെ ഇടതുപക്ഷം വന്നാൽ ഇതെല്ലാം അങ്ങ് മാറും, ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അങ്ങ് നേരാകും, ദേവസ്വം ബോർഡിൽ എല്ലാവരും അങ്ങ് മാറും എന്നൊന്നും കരുതണ്ട. ഇവരെല്ലാം ഉണ്ട്. ഇത്തരം കള്ളന്മാരും അഴിമതിക്കാരും എല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ കീടാണുക്കൾ പോലെ ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ പോലീസും വിജിലൻസും കോടതിയും അന്വേഷണങ്ങളും എല്ലാം അല്പസമയം മുൻപ് താങ്കൾ സംസാരിക്കുമ്പോൾ മുരാരി ബാബുവിന്റെ പാതകത്തെ കുറിച്ച് പറയാണ്. മുരാരി ബാബുവിന്റെ പാതകത്തെ കുറിച്ച് പറയുന്ന താങ്കൾ മുരാരി ബാബുവിന്റെ രാഷ്ട്രീയവും കൂടി വളരെ കൃത്യമായി ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളിലേക്ക് ഉത്തരവാദിത്വം വരുന്ന ഘട്ടത്തിൽ അല്ല, ഞാൻ പറഞ്ഞത് മുരാരി ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ മുരാരി ബാബുവിനെ കേവല ഉദ്യോഗസ്ഥനായിട്ടല്ലോ താങ്കൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ നേതാവ് എന്ന മട്ടിലാണ്. എന്നാൽ നിങ്ങളിലേക്ക് ആരോപണം വരുമ്പോ ഇത് വേറെ കുറെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തം എടുക്കാൻ കഴിയുമെന്നാണ്. നിങ്ങൾ ആൻസറബിൾ ആവുന്ന സമയത്ത് നിങ്ങളുടെ രാഷ്ട്രീയവും സംസാരിക്കണം. മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: മുരാരി ബാബുമാർക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്ക് സ്വത്തടിച്ചു കൊണ്ടുപോകാൻ കഴിയും വിധത്തിൽ ജാഗ്രതാരഹിതരായ ഒരു സംവിധാനം, അതിനെയാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. CPM ഭരിക്കുമ്പോൾ ശബരിമലയിൽ ഇതൊക്കെ നടക്കും. അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാലാകാലമായി ഈ രാജ്യത്ത് അങ്ങ് ഈ കായംകുളം കൊച്ചിയുടെ കാലം മുതൽ കേരളത്തിൽ കള്ളന്മാരുണ്ട്, അതുകൊണ്ട് ഇവിടെയും അടിച്ചുകൊണ്ട് പോകും, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഈ വാചകം പറയാനാണെങ്കിൽ പിന്നെ നിങ്ങളെ എന്തിനാ ഏൽപ്പിച്ചിരിക്കുന്നത്? നിഷാദ് അങ്ങനെ വേവലാതിപ്പെടണ്ടെന്നേ. നിഷാദ് അത്ര വേവലാതിപ്പെടണ്ട. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്താണല്ലോ ഈ അന്വേഷണം ഉണ്ടാകുന്നത്. അത് ഹൈക്കോടതി പറഞ്ഞിട്ടല്ലേ കോമ്രേഡ്? അത് ഹൈക്കോടതി പറഞ്ഞിട്ടല്ലേ കോമ്രേഡ് അന്വേഷിക്കുന്നത്? നിങ്ങൾ കണ്ടുപിടിച്ചതാണ്. നിഷാദേ, നമ്മുടെ നാട്ടിൽ ഈ ഏത് സർക്കാരുകൾ ഉണ്ടായാലും ഇത്തരം അഴിമതിക്കാരും കൊള്ളക്കാരും എല്ലാം ഉണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നാട്ടിൽ വിജിലൻസും പോലീസും എല്ലാം ഉള്ളത്. ഈ അന്വേഷണത്തിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. എപ്പോ അന്വേഷണം നടത്തി കുറ്റക്കാരാകുന്ന ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്താൽ, അങ്ങനെ നിലപാടെടുത്തിരുന്നു കേരളത്തിൽ UDFന്റെ കാലത്ത്. നിങ്ങളും UDF തമ്മിലുള്ള തർക്കമാക്കല്ലേ, അത് വേറെ രണ്ടാമത്തെ കാര്യമാണ്. അത് ഞാൻ അപ്പുറത്തെ പാനലിലേക്ക് പോകുമ്പോ ഇത് നിങ്ങളും UDFന്റെ കാലത്ത് വാട്ടർ ബോട്ടിൽ പറയാൻ പാടില്ല. UDFന്റെ കാലമല്ല ഇത് നിങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മോദി നെഹ്റുവിനെ പറയുന്ന പോലെ പറയല്ലേ, അത് വേറെ കാര്യം. UDFന്റെ കാലത്തുള്ള പിഴവുകളെല്ലാം സമസ്ത മേഖലകളിലേക്കും പരിഹരിക്കാമെന്ന ഭരണകൂടമാണ് മൂന്നാം ടൈം ചോദിക്കുന്നത്. ഇപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: അന്വേഷിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് എന്ന കാര്യം നിതിൻ ഗഡ്കരി പ്രത്യേകമായി കാണണം. എന്ന് മാത്രവുമല്ല, എല്ലാ കാലത്തും കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ കള്ളന്മാരെയും കൊള്ളക്കാരെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ, ഞാൻ പറയട്ടെ, കള്ളന്മാരെയും കൊള്ളക്കാരെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മുടെ SIT ഇതാ ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് ദേവസ്വം ബോർഡിനെയാണ്. ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നത്. ആ ദേവസ്വം ബോർഡിന് തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ ആരാണ്? നിങ്ങളുടെ ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുക? വിഷാദെ, അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ ആരും ഈ ഹൈക്കോടതി തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞതും സർക്കാർ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതല്ലല്ലോ പറഞ്ഞത്. മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്നല്ലല്ലോ ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞത് കേരളത്തിലെ ഈ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന പോലീസ് തന്നെ അന്വേഷിക്കണമെന്നല്ലേ. ആ SITയുടെ അന്വേഷണ റിസൾട്ട് പുറത്തു വരട്ടെ, ഫലം പുറത്തു വന്നോട്ടെ. നിങ്ങൾ പറയുന്നത് വസ്തുതാപരമായിട്ട് അംഗീകരിക്കാം. എപ്പോ അങ്ങനെ അന്വേഷണം പുറത്തു വന്ന് ഏതെങ്കിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ എടുത്താലല്ലേ നിങ്ങൾ സർക്കാരിനെതിരായി പറയേണ്ടത്. അങ്ങനെ ഒരു നിലപാട് മാത്രവുമല്ല, എന്റെ കൺസേൺ വേറൊന്നുകൂടി, ഒരു കൺസേൺ കൂടി ഞാൻ പങ്കുവെക്കട്ടെ, ഒരു കാര്യം കൂടി ഞാൻ ഒരു പോയിന്റ് കൂടി ഞാൻ പങ്കുവെക്കുന്നു. നിതിൻ, ഹൈക്കോടതിയുടെ മുമ്പിൽ വരുന്നു. ഹൈക്കോടതി നിങ്ങൾ പ്രോപ്പർ നടപടികളൊന്നും പാലിക്കാതെ സ്വർണം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അന്വേഷിക്കണം ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 തുടങ്ങിയ കളി ഇപ്പോഴും തുടരില്ലായിരുന്നോ? ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമലയിലെ സർവ്വതും അടിച്ചോണ്ട് പോവില്ലായിരുന്നോ ഈ സർക്കാരിന്റെ കീഴിൽ, ഈ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ കീഴിൽ? ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമോ? നിഷാദേ, ഞാൻ ഈ കേരളത്തിനകത്ത് ഇതിനു മുമ്പും പല സർക്കാരുകൾ ഭരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അഴിമതികൾ ശബരിമലയിൽ നടന്നിരുന്നു. അന്ന് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ ഈ കേരളത്തിൽ എടുത്തിരുന്നു. VSന്റെ കാലത്താണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ ശബരിമലയുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനായി വരുന്നത്. നിഷാദ്, ആ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചുകൊണ്ട്, അറിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല, മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന വലിയ അഴിമതികൾക്ക് ഒരു വലിയ തടയിട്ടത് ആ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നതിന് ശേഷമാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിഷാദ് പറയുമോ ഹൈക്കോടതിക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന്?
ശബരിമലയിൽ പ്രത്യേക കമ്മീഷണർ ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ മുകളിലായി അല്ലെങ്കിൽ ശബരിമലയിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചുണ്ട്, കമ്മീഷണർ ഉണ്ട്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഹൈക്കോടതിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന്? ഈ കള്ളത്തരത്തിൽ അല്ലെങ്കിൽ ഈ കൊള്ളയിൽ പങ്കുവന്ന ആരെയെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാരോ ദേവസ്വം ബോർഡോ എടുക്കുമ്പോഴല്ലേ നിങ്ങൾ സർക്കാരിനെതിരായി പറയേണ്ടത്? ഇവിടെ അത് ഉണ്ടാവില്ല എന്ന് സർക്കാർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്.